ഷീജ, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നു തോമസ് ഐസക്. എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി? തീർച്ചയായും എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ KFC അതായത് അനിൽ അംബാനിയുടെ സ്ഥാപനം നഷ്ടത്തിലാണ് എന്നിരിക്കെ ആ സ്ഥാപനത്തിൽ 60 കോടി നിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു. അത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് അത്തരത്തിലൊരു നിക്ഷേപം നടത്തിയത് എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മറുപടി നൽകുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് RBIയുടെ മാനദണ്ഡം അനുസരിച്ച് മാത്രമാണ് KFC പോലുള്ളൊരു ധനകാര്യ സ്ഥാപനത്തിന് നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കുക. അതിൽ കൃത്യമായ രീതിയിൽ ആ മാനദണ്ഡം പാലിച്ച് തന്നെയാണ് ഈ തുക നിക്ഷേപിച്ചിട്ടുള്ളത്. AA റാങ്കിംഗ് ഉള്ള സ്ഥാപനമാണ് RCFL എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള കാര്യമാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. ഒപ്പം തന്നെ നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ സ്ഥാപനം നഷ്ടത്തിലായിരുന്നില്ല. അപ്പോൾ നിക്ഷേപം നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് ആ സ്ഥാപനം പിന്നീട് നഷ്ടത്തിൽ പോകും എന്ന് പറയാൻ സാധിക്കുക? അത്തരത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിക്ഷേപം നടന്നിട്ടുള്ളത്. അതോടൊപ്പം ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നും തന്നെ മറച്ചുവെക്കാൻ ഉള്ളതായി ഒന്നുമില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ ഈ അഴിമതി ആക്ഷേപം ഉന്നയിക്കുന്നവർ അതിനുള്ള തെളിവ് കൂടി ഹാജരാക്കാൻ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യമാണ് തോമസ് ഐസക് മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത്തരത്തിൽ അഴിമതി ആരോപിക്കുന്നവർ അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ റേറ്റിംഗ് കമ്പനികളെ KFC ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്നത് പരിശോധിക്കട്ടെ എന്നുകൂടി തോമസ് ഐസക് പറയുന്നു. ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഈ തുക നിക്ഷേപിച്ചത് എന്നതുകൂടി പരിശോധിക്കണം. കാരണം 250 കോടി രൂപയുടെ ബോണ്ട് ഇറക്കുന്നതിന് വേണ്ടിയാണ് അത് ഇറക്കുന്നതിനുള്ള യോഗ്യത നേടാനായിട്ടാണ് ഈ ഒരു തുക നിക്ഷേപിച്ചത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും. ഇത് പൂർണ്ണമായും ഒരു ബിസിനസ് നടപടി തന്നെയായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് വിഷയത്തിൽ KFCക്ക് അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപമുണ്ട് എന്ന ആരോപണത്തിന് മറുപടി പറയുന്നു മുൻ മന്ത്രി തോമസ് ഐസക്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.